വേട്ടയാടലിന്റെ ഏറ്റവും വലിയ ഇരയായി പോയ രാഷ്ട്രീയ നേതാവ് കേരളത്തിൽ ആര് എന്ന് ചോദിക്കുമ്പോൾ നിരവധി പേരുണ്ടാവും. പക്ഷേ മുഹമ്മദ് റിയാസ് എന്ന യുവരക്തത്തെ, ആ ഒരു രാഷ്ട്രീയ നേതാവിനെ മരുമോനിസം എന്ന് പറയുന്ന ഒരൊറ്റ കോണിൽ കെട്ടിയിട്ട് ഈ രാഷ്ട്രീയ കേരളത്തിൽ അന്ന് UDF വലത് ഹാൻഡിലുകൾ കൈകാര്യം ചെയ്തത് എത്രമേൽ വലിയ നീചമായാണ് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒടുവിൽ PV അൻവർ എന്ന് പറയുന്ന രാഷ്ട്രീയ നെറുകേടിന്റെ പര്യായമായിട്ടുള്ള ആള് പോലും ആ ഒരൊറ്റ ആംഗിളിൽ നിന്നുകൊണ്ട് ബേപ്പൂര് പോയി മത്സരിക്കാൻ നോക്കി. ഏതെങ്കിലും രീതിയിൽ ഒരു തറപറ്റൽ, ഏതെങ്കിലും രീതിയിൽ ഒരു അടിപ്പതറൽ കേരളത്തിൽ രാഷ്ട്രീയത്തിൽ റിയാസ് നേരിട്ടിട്ടുണ്ടോ എന്നുള്ളതാണ്. നിലപാടുകൾ കൊണ്ട് എന്നും അജയ്യനായി മുമ്പോട്ട് പോകുന്ന രാഷ്ട്രീയ നേതാവിന്റെ പേരാണ് മുഹമ്മദ് റിയാസ്. സംഘടനാ തലത്തിൽ പ്രവർത്തിച്ച് കൃത്യമായി ഓരോ ചുവടുകളും ചവിട്ടിക്കേറി വന്ന അദ്ദേഹം പിണറായി വിജയന്റെ മകളെ കല്യാണം കഴിച്ചു എന്നുള്ള ഒരൊറ്റ കാര്യത്തിന്റെ പേരിൽ മരുമോനിസം എന്നൊരു ആംഗിളിൽ കെട്ടി തറപറ്റിക്കാൻ നോക്കിയവരുടെ എണ്ണം 100 അല്ല, 1000 അല്ല, 10000 അല്ല, കൂടുമത് എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്ത വിധം. എന്നിട്ട് അൻവറിനെ തറപറ്റിച്ച് ബേപ്പൂരിൽ LDF കോട്ടകൾ പോലും തകർന്നടിഞ്ഞു പോകുമ്പോ മരുമോനിസം എന്ന് പറയുന്നതിനെ മാറ്റി നിർത്തി നിലപാടിന്റെ രാഷ്ട്രീയത്തിന് കേരളം നേർസാക്ഷ്യം വഹിച്ച ഒരു തെരഞ്ഞെടുപ്പ് ഫലമായി ബേപ്പൂരുകാർ നിന്നു എന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ, ഇന്നലകളിൽ ഇന്ന് രാവിലെയും ഒക്കെ അദ്ദേഹം എടുക്കുന്ന ഒരു സ്റ്റാൻഡ്, എന്റെ നിയോജക മണ്ഡലത്തിലെ ആളുകളെ കണ്ടെയ്ൻമെന്റ് സോണാക്കി മാറ്റി അവരെ ആക്സസ് ഇല്ലാതാക്കിയിട്ടിരിക്കുകയാണ്. അവരോട് സംസാരിക്കണ്ടേ? DMO എവിടെ? ആരോഗ്യമന്ത്രി എവിടെ? ഞാൻ വിവാദമായ പരാമർശങ്ങൾക്കോ പ്രസ്താവനകൾക്കോ അനാവശ്യമായ സ്റ്റേറ്റ്മെന്റുകൾക്കോ ഒന്നും മുതിരുന്നില്ല. പക്ഷേ എനിക്ക് ആൻസർ വേണം. ആ ജനങ്ങളെ കഴിഞ്ഞ സർക്കാരുകളൊക്കെ കഴിഞ്ഞ 10 വർഷം ഒക്കെ കൂട്ടിച്ചേർത്ത് നിർത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രശ്നം വരുമ്പോ, ഒരു കണ്ടെയ്ൻമെന്റ് സോണിൽ വരുമ്പോ, ഒരു വലിയ പ്രതിസന്ധിയിൽ ഒരു പർട്ടിക്കുലർ ജനവിഭാഗം വരുമ്പോ ഭരണകൂടം, ആരോഗ്യ വകുപ്പ്, ഭരണാധികാരികൾ അവരോടൊപ്പമുണ്ട് ഈ സിസ്റ്റം എന്ന് അവരെ വിളിച്ചു ചേർത്ത് നിർത്തി പറയേണ്ടതിന്റെ ആവശ്യകത എന്താണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഇതൊരു ഷോ ഓഫ് ആയി കാണുന്നവരോട് പോലും എനിക്ക് മറുപടിയില്ല. എനിക്ക് എന്റെ കാര്യം ചെയ്യണമെന്ന്. മുഖ്യധാരാ മാധ്യമങ്ങൾ പോലും രാഷ്ട്രീയം നോക്കാതെ വലത് സപ്പോർട്ടിൽ നിൽക്കുന്ന ചാനലുകൾ പോലും വന്നിട്ട് പറയാ, റിയാസ് ചെയ്തത് കളങ്കമില്ലാത്ത രാഷ്ട്രീയ പ്രവർത്തനം, അതാണ് ചെയ്യേണ്ടിയിരിക്കുന്നത് ഒരു നേതാവെന്ന്. ആരോഗ്യമന്ത്രി എന്താ പറയുന്നേ? പാലക്കാട് വൈത്തിരിയിൽ വലിയ രീതിയിലുള്ള കോളറ വന്നു, അതുകൊണ്ട് ഞാൻ തിരുവനന്തപുരത്തിരുന്ന് കാര്യങ്ങൾ നിയന്ത്രിക്കാമെന്ന് കരുതി ഒരുപക്ഷെ നാളെയോ മറ്റന്നാളോ പുറപ്പെട്ടേക്കാമെന്ന്. പറ്റില്ല മന്ത്രി, പറ്റില്ല. എൻ്റെ നിയോജക മണ്ഡലത്തിലെ ജനങ്ങളാണ് വലിയ പ്രതിസന്ധിയിലുള്ളത്. അവരോട് സംസാരിക്കണം, അവരുടെ ആത്മവിശ്വാസത്തെ കൂട്ടണം, അവരുടെ കോൺഫിഡൻസ് ഉയർത്തിപ്പിടിക്കണം. അവർക്ക് മക്കളുണ്ട്, ബന്ധുക്കളുണ്ട്, കുടുംബങ്ങളുണ്ട്, അയൽവാസികളുണ്ട്. ഈ ഭരണ സിസ്റ്റം അവരോടൊപ്പം ഉണ്ടെന്ന് പറയാൻ എന്തിയെ നിങ്ങൾ മടിക്കുന്നു? എവിടെ DMO? എനിക്ക് സംസാരിക്കണം, എനിക്ക് കാണണം എന്ന് പറഞ്ഞ ഒരൊറ്റയാനെ പോലെ ഒരൊറ്റ കുത്തിയിരിപ്പ് സമരമാണ് റിയാസ് ഒരു മിന്നൽ സമരത്തിൽ ഏർപ്പെട്ടത് എന്നുള്ളതാണ്. മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും, ഒരു ദിവസം പിന്നിട്ടിട്ടും അതിങ്ങനെ രാഷ്ട്രീയ അലയൊലി തീർത്ത് ഈ രാഷ്ട്രീയ കേരളത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പേരാണ് സ്റ്റാൻഡ്, അതിന്റെ പേരാണ് നിലപാട്, അതിന്റെ പേരാണ് നേരായ തീരുമാനം എന്നുള്ളത്. ഇതിനെ അട്ടിമറിക്കാനാണ് അൻവർ എന്ന വാപോയ കോടാലി അന്ന് അവിടെ വന്ന് മത്സരിച്ചത് എന്നോർക്കുമ്പോൾ ഒരു പുച്ഛം തികട്ടി വരുന്നു എന്നുള്ളതല്ല, അതൊന്നും പറയാനില്ല. അങ്ങനെ റിയാസ് കേരള രാഷ്ട്രീയത്തിൽ ഒരു ശരിയായ ദിശയായി മാറുന്നു, ഒരു നേർചിന്താഗതിയായി മാറുന്നു എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരും സാക്ഷ്യം വയ്ക്കുന്നത്.